എൻ്റെ പേര് ഡോൺ മാത്യു ജെയിംസ് ആണ്. ഞാൻ ഒരു ടാക്സ് കൺസൾട്ടൻസി ഫേം നടത്തുകയാണ്. നമുക്ക് തൊഴിൽ ഓഫീസുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു EV എടുത്തിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. 30 ലക്ഷത്തിൽ താഴെയുള്ള ഒരു വണ്ടി എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതിന് താഴെയുള്ള എല്ലാ വണ്ടികളും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പം അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് നമ്മൾ കുളമാവ് റൂട്ടിലാണ്. അപ്പോൾ നമുക്കറിയാം നല്ല ഹെയർ പിൻ ബെൻഡുകളും കാര്യങ്ങളും എല്ലാം ഉള്ള വഴിയിലാണ്. അപ്പോൾ അങ്ങനെ പല വണ്ടികളും മാറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മമ്മിക്കാണേലും വൈഫിനാണേലും ചില ട്രാവൽ സിക്നസ് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു ഈ ക്ലാവിസിൽ പോയപ്പോൾ. പിന്നെ ഇതിനകത്ത് ആ ഒരു എയർ പ്യൂരിഫയറിൻ്റെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ട്രാവൽ സിക്നസിൻ്റെ ഒരു ഇഷ്യൂസ് ക്ലാവിസിൽ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായില്ല. പിന്നെ അതിൻ്റെ സസ്പെൻഷൻ നമ്മൾ ഈ പറയുന്ന പോലെ മെയിനായിട്ട് നമുക്ക് മനസ്സിലായ ഒരു കേസ് എന്ന് പറഞ്ഞാൽ കട്ടകളിടുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി കയറി ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ജെർക്കിംഗ് ഉണ്ട്. അത് ഈ വണ്ടിയിൽ നമുക്ക് ഒട്ടും കിട്ടുന്നില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് ഈ വണ്ടി ആ ടെറൈനിലൊക്കെ നമുക്ക് പെർഫോം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ അമ്മയായാലും എൻ്റെ വൈഫായാലും വണ്ടി ഉപയോഗിക്കുന്ന രണ്ടുപേരും വണ്ടി ഓടിക്കുന്ന. അപ്പോൾ അവർ ഓടിക്കുമ്പോഴാണല്ലോ അവർ പറയും വണ്ടി മറ്റു വണ്ടി പോലെയല്ല, ഭയങ്കര സ്മൂത്താണ്. കിയ കാരൻസ് ക്ലാവിസ് EV എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളി വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിലും അതിന് നമ്മൾ അറിയത്തും കൂടിയില്ല, ഭയങ്കര സ്പീഡായിട്ട് തന്നെ സ്മൂത്തായിട്ട് വണ്ടി നല്ല നൈസായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. കുറച്ചും കൂടി ഇപ്പോൾ ഡ്രൈവിങ്ങിലേക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി തുടങ്ങിയത് തന്നെ EV വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാഭം ഉണ്ട്. ആക്ച്വലി മിനിമം ഒരു 2 മാസത്തിൽ ഒരു 5000 കിലോമീറ്റർ എങ്കിലും ഓട്ടോ ഉള്ള ഒരാൾക്ക് ഈ വണ്ടി ഭയങ്കര ലാഭമാണ്. കാരണം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഈ 5000 കിലോമീറ്റർ ഓടണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്ന്. അത് 2 മാസം കൊണ്ട് നമുക്ക് അത്രയും ഫ്യൂൽ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാവിസ് EVയുടെ ഒരു റേഞ്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 320 കിലോമീറ്റർ, അതായത് ഒരു ഫുൾ ചാർജിൽ നമുക്ക് 320 കിലോമീറ്ററാണ് എനിക്ക് ഏറ്റവും കുറഞ്ഞ റേഞ്ച് കിട്ടിയേക്കുന്നത്. എനിക്ക് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് ഒരു ഫുൾ ചാർജിൽ 380 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഈ വണ്ടി വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ വണ്ടിയുടെ യാത്രാസുഖം, പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മളൊരു 7 സീറ്റർ വണ്ടി ഈ പറയുന്ന ഒരു 5 സീറ്റർ വണ്ടിയുടെ വിലയ്ക്ക് കിട്ടുമ്പം അത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുമ്പം എന്തുകൊണ്ടും ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് ക്ലാവിസ് EV തന്നെയായിരിക്കും.